ഇത് സ്റ്റാർട്ടപ്പ് യുഗമാണ്. സമൂഹം ഓൺട്രപ്രണർഷിപ്പും ഓൺട്രപ്രണറിയൽ എഫേർട്സിൻ്റെയും സക്സസ് പാടി പരത്തുന്ന ഒരു സമയമാണ് ഇന്ന് നാം കാണുന്നത്. ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്വന്തമായ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായ അക്യുമെൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു കരിയർ പാത്താണ്, ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണറിയൽ എഫേർട്സിനെ കുറിച്ച് അറിയാനുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളത് വളരെ വൈവിധ്യമാർന്ന സബ്ജക്റ്റുകളും കരിയർ പാത്തുകളും ചേർന്നിട്ടുള്ള ഒരു കരിയർ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻ കൂടാതെ സ്കിൽ നേടുക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. എങ്ങനെ ഇത് നേടിയെടുക്കാം, അതോടൊപ്പം ഇതിനാവശ്യമായ സ്കിൽ സെറ്റ് നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ പ്രൊഫൈലിൽ വരുത്താൻ ആവശ്യമായ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിനെ മനസ്സിലാക്കുകയും എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് അറിയുകയുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. സോ ഓൺട്രപ്രണർഷിപ്പിനെ നമുക്ക് കൺസെപ്ച്വലൈസിങ്, അതായത് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, പ്ലാനിങ്, അതായത് ഒരു പ്ലാൻ, ആ കൺസെപ്റ്റിനെ ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ ആക്ടിവിറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ലോഞ്ചിങ്, അതായത് ഈ പ്ലാനിനെ മെറ്റീരിയലൈസ് ചെയ്യാൻ, അതായത് അതിൻ്റെ ഫലവത്തായ റിസൾട്ട് കിട്ടാൻ ആവശ്യമായ ആക്ടിവിറ്റീസ് ലോഞ്ച് ചെയ്യുക. നാലാമതായി റണ്ണിങ്, അതായത് ഇതിനെ റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് ഗ്രോയിങ്ങും കൂടാതെ മെയിൻറ്റെയിനിങ്ങും, അതായത് ഒരു ബിസിനസ്സിനെ വളർത്തുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസ് വരുന്നത്. അവസാനത്തെ ഫേസാണ് ഒബ്വിയസ്ലി ക്ലോസിങ്. ഇവിടെ ക്ലോസിങ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മേർജിങ്ങോ അല്ലെങ്കിൽ അക്വിസിഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് തലമുറയിലേക്ക് കൈമാറുന്ന പ്രോസസ്സ് വരെയാണ് ഓൺട്രപ്രണർഷിപ്പിൽ മനസ്സിലാക്കാനുള്ളത്. ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ഡെവലപ്പ് ചെയ്യാനോ, അതോടൊപ്പം എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും, കൂടാതെ റവന്യൂ, അതായത് കാശ് സമ്പാദിക്കാൻ അല്ലെങ്കിൽ അസറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അസറ്റ് ബിൽഡ് ചെയ്യാൻ, ലയബിലിറ്റിയും അസറ്റും തമ്മിലുള്ള സമവാക്യം ബാലൻസ് ചെയ്യാൻ, അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ ഓൺട്രപ്രണർഷിപ്പ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ബിസിനസ് എഫേർട്ട് ചെയ്യാൻ പോകുന്നത്, മൾട്ടിനാഷണൽ എഫേർട്ടാണെങ്കിൽ പല രാജ്യങ്ങൾക്കും എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും, കസ്റ്റമറിന് വാല്യൂ അഡിഷൻ, അതോടൊപ്പം നിങ്ങൾക്ക് വാല്യൂ അഡിഷൻ, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വാല്യൂ അഡിഷൻ, ഇതൊക്കെയാണ് ഒരു ഓൺട്രപ്രണർഷിപ്പിനെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഓൺട്രപ്രണർഷിപ്പിനെ അതിൻ്റെ ആക്ടിവിറ്റീസിൽ കൂടി അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വരുന്നു എന്ന കാര്യം വെച്ച് മനസ്സിലാക്കിയപ്പോൾ, രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്തത് ഓൺട്രപ്രണർഷിപ്പിൽ വരുന്ന അതിൻ്റെ പല രീതിയിലുള്ള എഫക്റ്റാണ് സമൂഹത്തിലായാലും നമുക്ക് നമ്മുടെ ക്യാരക്ടറിലായാലും അത് നിലനിൽക്കുന്ന രാജ്യത്തായാലും. ഏതായിരുന്നാലും ഓൺട്രപ്രണർഷിപ്പിനെ ഇത്രയും ഒരു ഡീപ്പായി, ഒരു ബ്രോഡായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന കാര്യം തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. ഒരു ബിസിനസ് റണ്ണ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രോ ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ വലിയൊരു ചാലഞ്ചിങ് കാര്യം തന്നെയാണ്. കാരണം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, എക്കോണമി ആയാലും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന എവർ ചേഞ്ചിങ് സിറ്റുവേഷനാണ്. ഒരു രാജ്യത്തിനും സ്വന്തമായി നിലനിൽക്കാൻ പറ്റില്ല. നെക്സ്റ്റുള്ള രാജ്യം അല്ലെങ്കിൽ ഗ്ലോബലായ സിറ്റുവേഷൻസിൻ്റെ എഫക്റ്റിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ഏത് രാജ്യത്തും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഓൺട്രപ്രണർഷിപ്പിൻ്റെയും ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓൺട്രപ്രണർ, അതായത് ഈ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ആവശ്യമായ സ്കിൽസും ഇൻസൈറ്റ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ, അതായത് നിലനിൽക്കപ്പെടുന്ന ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നിർബന്ധമാണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ബിസിനസ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കുക എന്നുള്ളത് ജന്മനാ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഫാദേഴ്സോ അല്ലെങ്കിൽ എൻ്റെ ഫോർ ഫാദേഴ്സിനോ ബിസിനസ് റിലേറ്റഡ് ആയ ഒരു ബ്ലഡല്ല ഉള്ളത്. അവരുടെ DNA ഒരു ബിസിനസ് ഓറിയൻറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കച്ചവടം ചെയ്താൽ അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്താൽ, ഞാനൊരു സ്റ്റാർട്ടപ്പ് ചെയ്താൽ അത് സക്സസ് ആവാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ആൾക്കാരുമുണ്ട്. അവിടെ മനസ്സിലാക്കാനുള്ളത് ഇത് കുറേയൊക്കെ ശരിയാണ്, ജനറ്റിക്സ് ആണ്. അതോടൊപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന സ്കിൽ സെറ്റും
അതോടൊപ്പം പല രീതിയിലുള്ള ട്രെയിനിങ്ങിൽ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ബിസിനസ് ആക്യുമൻ ഡെവലപ്പ് ചെയ്യാനും അതിനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്നുള്ളത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ടാലൻറ്റും നമ്മുടെ കഴിവിനെ ഫൈൻ ട്യൂണിങ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെയും കോഴ്സുകളുടെയും ലക്ഷ്യമാണ്. സോ ഒരു ഓൺട്രപ്രണർഷിപ്പ് കോഴ്സ് ചെയ്യുന്നത് അതിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കിൽസും ട്രെയിനിങ്ങും നൽകുക മാത്രമല്ല, അവരുടെ ബിസിനസ് അക്യുമെനിനെ പോളിഷ് ചെയ്യാനും ഫൈൻ ട്യൂൺ ചെയ്യാനും അതിനാവശ്യമായ ടൂൾസും മെത്തേഡ്സും ഇന്നൊവേറ്റീവായ വളരെ എക്സ്പാൻസീവായ മെത്തേഡിൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് 4 രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് മാർഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ഫുൾ ടൈം കോഴ്സാണ്. ഇവിടെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഇലക്റ്റീവ് മോഡിലാണ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത്. UG അണ്ടർ ഗ്രാജുവേഷൻ അതായത് ബാച്ചിലർ കോഴ്സുണ്ട്. അതോടൊപ്പം PG പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് കോഴ്സുണ്ട്. UGയിലാണെങ്കിൽ BBA BBM പോലുള്ള കോഴ്സുകളിൽ ഓൺട്രപ്രണർഷിപ്പ് വരുന്നുണ്ട്. MBA അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് MBA കോഴ്സുകളിലും ഓൺട്രപ്രണർഷിപ്പിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം MA കോഴ്സിൽ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു കോഴ്സുമുണ്ട്. ഇവിടെയും നമുക്ക് ഓൺട്രപ്രണർഷിപ്പിൻ്റെ വിവിധ മുഖങ്ങളെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ മോഡാണ് പാർട്ട് ടൈമായി ചെയ്യുക എന്നുള്ളത്. ഇവിടെയും UG PG കോഴ്സുകൾ അതായത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളുണ്ട്. മൂന്നാമത്തേതാണ് ഷോർട്ട് ടേം കോഴ്സുകൾ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡിപ്ലോമ കോഴ്സുകളെക്കുറിച്ചും സർട്ടിഫിക്കേഷൻ കോഴ്സുകളെക്കുറിച്ചുമാണ്. നാലാമതായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള, അതായത് കൊറോണയ്ക്ക് ശേഷം കുറേയും കൂടി ജനസമ്മതി ആർജിച്ച അല്ലെങ്കിൽ നേടിയ മെത്തേഡ് എന്നുള്ളത് ഓൺലൈൻ എഡ്യൂക്കേഷൻ കോഴ്സാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സെര, EDX, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അപ്ഗ്രാഡ്, SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച്, SPJIMR, അതോടൊപ്പം യൂഡമി പോലുള്ള വമ്പൻ പ്ലാറ്റ്ഫോംസുകളാണ്. ഇവരുടെ കോഴ്സുകളും വളരെ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവായ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്നത്. അടുത്തതായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ സബ്ജക്റ്റും അതുമായി ബന്ധപ്പെട്ട് സിലബസും മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് വളരെ നിർബന്ധമാണ്. കാരണം ഓൺട്രപ്രണർഷിപ്പ് എന്ത് എന്നുള്ളത് ഈ സബ്ജക്റ്റുകളിൽ കൂടി മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ ബിസിനസ്, എക്കണോമിക്സ് ഫോർ മാനേജേഴ്സ്, മാനേജിംഗ് കോർപ്പറേറ്റ് ഓൺട്രപ്രണർഷിപ്പ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, financing new business ventures, information technology for managers, family business management, quantitative techniques in management, strategies for small business management, human resource management, corporate culture and entrepreneurship, accounting and finance for managers, enterprise planning, appraisal and financing, research methodology, building entrepreneurial culture and team, production and operation management, family business management, legal aspects of business, managing of growing business, business communication, corporate entrepreneurship, behavioral science, enterprise growth and succession, business environment and strategic management, small business management, management in action, social, economic and ethical issues, business opportunities in retailing and franchising, social entrepreneurship, leading change in family business, entrepreneurship process and behavior, business in emerging market, emerging business sectors and technologies, creativity and innovation in entrepreneurship എന്ന് തുടങ്ങുന്ന 34 സബ്ജക്റ്റുകൾ, അതായത് 34 സബ്ജക്റ്റുകൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളത് ഏകദേശം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളെ തരപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതാണ്. സോ പല കൂട്ടുകാർക്കും സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. ചില കൂട്ടുകാർക്ക് അവരുടെ ഫാമിലി ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട്. ചില കൂട്ടുകാർക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫാമിലി ബിസിനസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറ്റി ഡിഫറെൻ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു എംപ്ലോയി ആകുക എന്നതിൽ മാറി ഒരു എംപ്ലോയർ, അതായത് നിങ്ങൾ ജോലി നൽകാൻ പോകുന്നു എന്ന ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് പോകുന്നത്. സോ തീർച്ചയായും ഇത് വലിയ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ക്യാരക്ടറിനും കരിയറിലും വലിയ മാറ്റങ്ങൾ നൽകുന്ന, നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു കരിയർ മേഖല തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷനും
വിവിധ കോഴ്സുകളും അതിൽ വരുന്ന സബ്ജക്റ്റുകളെയും കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാകും. ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ മേഖലകൾ അത് നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഏതായിരുന്നാലും കൂടുതൽ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇതിൽ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.